58 ഡൽഹി മുനിസിപ്പൽ ഇലക്ഷനിൽ അന്നത്തെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനസംഘമായിട്ട് ധാരണയിലെത്തുകയാണ്. അന്നത്തെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി തെരഞ്ഞെടുപ്പിൽ അവർ സഖ്യത്തിനൊന്നും പോയില്ല. പക്ഷെ ജയിച്ചു കഴിഞ്ഞപ്പോൾ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ വേണ്ടി ജനസംഘവും CPIയും കൂടി അന്ന് ധാരണയിലെത്തി മേയർ സ്ഥാനവും ഡെപ്യൂട്ടി മേയർ സ്ഥാനവും തമ്മിൽ പങ്കുവെക്കുന്ന തരത്തിൽ വരികയാണ്. അംബേദ്കറുടെ പിൻഗാമിയായ റിപ്പബ്ലിക്കൻ പാർട്ടി ശിവസേനയായിട്ട് കൂട്ടുകൂടുന്നുണ്ട്, BJP ആയിട്ട് കൂട്ടുകൂടുന്നുണ്ട്. മായാവതി ദളിത് പൊളിറ്റിക്സിന്റെ പ്രധാനപ്പെട്ട ആളായിട്ട് വരുന്ന മായാവതി ഒന്നിച്ച് ഭരിക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോ ഈ പറയേണ്ട സെക്യുലറിസം സംരക്ഷിക്കേണ്ട പാർട്ടികൾ മുഴുവൻ ഒന്നല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തില് പവർ എന്ന് പറയുന്ന ആശയത്തിന് വേണ്ടി, അധികാരം എന്ന് പറയുന്ന ആശയത്തിന് വേണ്ടി ഇതുമായി സന്ധി ചെയ്യുന്ന ഒരു ചരിത്രം നമുക്ക് ജനാധിപത്യ ഇന്ത്യയിൽ കാണാൻ പറ്റും. ഇലക്ഷൻ പ്രധാന ഇന്ത്യയിൽ കാണാൻ പറ്റും.